ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, ഭൂരിപക്ഷമാണോ ചിന്തിക്കേണ്ടത്, ആളുകളെ വലിപ്പമാണോ ആലോചിക്കേണ്ടത്? അല്ലാഹുവിന് വേണ്ടി ആകണ്ടേ ഓരോ വിഷയങ്ങളും? പടച്ച റബ്ബിന് വേണ്ടി അല്ലാതെ പ്രവർത്തിച്ച പണ്ഡിതനെ കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ട് ചോദിക്കുമ്പോ നിന്റെ ദീനിന് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോ അല്ലാഹുവിന്റെ മറുപടി കദബത്ത, നീ കള്ളം പറഞ്ഞടാ, എന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇഖ്ലാസില്ലാതെ പ്രവർത്തിച്ച പണ്ഡിതനോട് നീ പ്രശസ്തിക്ക് വേണ്ടിയല്ലേ, കാര്യലാഭത്തിന് വേണ്ടിയല്ലേ നീ പ്രവർത്തിച്ചത്, അതുകൊണ്ട് നീ കള്ളം പറഞ്ഞവനാണടാ. മലക്കുകളെ, ഈ പണ്ഡിതനെയും വിളിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുവീൻ. അല്ലാഹു ജല്ല ജലാലുഹു കൽപ്പിക്കുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഖൽബ് ശുദ്ധിയാകണം. ഖൽബാണ് തഖ്വയുടെ അടി, അതിന്റെ ഉറവിടം ഖൽബാണ്. അതാണ് അത്തഖ്വാ ഹുനാ, അത്തഖ്വാ ഹുനാ, അത്തഖ്വാ ഹുനാ. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണെന്ന് പറഞ്ഞത്. കിബിറില്ലാതെ ഞാനൊരു വലിയവനാണെന്ന് തോന്നില്ലാതെ എല്ലാം കൊടുക്കുന്ന രാജാവ് റബ്ബാണ്. ഞാൻ ആ രാജാവിന്റെ അടിമ മാത്രമാണ്. എനിക്ക് എന്റെ ആയുസ്സിന്റെ നീളം തന്നെ വിവരമില്ല. ഒരാളെയും തിരിക്കാനും മറിക്കാനും ചോദ്യം ചെയ്യാനും ഒന്നും എന്നെ കൊണ്ട് സാധ്യമല്ല. ഈ താഴ്മയുടെ ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. പോരാ, പ്രസംഗിക്കുന്ന മുസ്ലിയാരെ മനസ്സിൽ വേണം. എന്റെ വായാടുത്തം കൊണ്ട് ഞാൻ രക്ഷപ്പെടുകയില്ല. എന്റെ സദസ്സ് റബ്ബ് പൊരുത്തപ്പെടണം, എന്റെ വാക്കുകൾ അല്ലാഹു പൊരുത്തപ്പെടണം, എന്റെ സദസ്സുകളല്ല പൊരുത്തപ്പെടണം, അതുപോലെ എന്റെ സ്ഥാപനങ്ങളല്ല പൊരുത്തപ്പെടണം, എന്റെ ദുരുസല്ല പൊരുത്തപ്പെടണം. എല്ലാം റബ്ബൊന്ന് സ്വീകരിച്ചു കിട്ടണം. ഈ ചിന്ത പ്രസംഗിക്കുന്ന മുസ്ലിയാരെ മനസ്സിൽ വേണം, സദഖ ചെയ്യുന്ന മുതലാളിയുടെ മനസ്സിൽ വേണം. അതല്ലേ ഖുർആൻ പറഞ്ഞത്, വല്ലദീന യുതൂന മാ തവ ഖുലൂബുഹും വജില. സദഖ ചെയ്യുന്ന സമയത്ത് അല്ലാഹു ഇതൊന്ന് സ്വീകരിക്കുമോ എന്ന പേടിയോടുകൂടെ സദഖ ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ കേട്ടോ. ഭർത്താവിന് ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോ എന്റെ ഭർത്താവിന് ഈ ഭക്ഷണം ഇഷ്ടപ്പെടുവോ, ഞാൻ ഉണ്ടാക്കിയിട്ട് ഈ ഭക്ഷണം ഭർത്താവിന് താല്പര്യപ്പെടുവോ, പള്ളിയിലെ ഉസ്താദിനെ കൊണ്ടുവന്ന് സൽക്കരിക്കുമ്പോ ഉസ്താദിന് ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടപ്പെടുവോ എന്ന് ഭയത്തോടുകൂടെ ചിന്തിക്കുന്ന നല്ല മനസ്സുള്ളവരെ പോലെ. എന്നാ പോരാ, ഉസ്താദിന് നമ്മളെ മനസ്സറിയൂല, ഉസ്താദിന് നമ്മളെ ബാഹ്യവശേ അറിയുള്ളൂ. അല്ലാഹു അങ്ങനല്ല, എല്ലാ രഹസ്യവും അറിയുന്നവനാ. അതുകൊണ്ട് എന്ത് വേണോ, ഏത് സദഖ ചെയ്യുമ്പോഴും അല്ലാഹുവേ നീ തന്നത് നിനക്ക് വേണ്ടി നൽകുന്നു, നീ ഇതൊന്ന് സ്വീകരിക്കണേ, നീ ഇതൊന്ന് സ്വീകരിക്കണേ. ആ നിയ്യത്തോടെ കൊടുക്കണം. അങ്ങനെ കൊടുക്കണല്ലാതെ എന്റെ പേരൊന്ന് ചെയ്യുന്നത് കേൾക്കണമെന്ന് വിചാരിച്ചില്ല. കേട്ടാ മോശമൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് കേൾക്കാണ്ടാക്കണ്ട. ചില ആൾക്ക് അങ്ങനെ ഉദാഹരണം, ഒക്കെ പേര് പറയാത്ത സ്ത്രീ താക്കളോന്ന് ഉദാഹരണം, അതും ജഹാലത്താണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. സിർറൻ അലാനിയ, ഖുർആൻ പറഞ്ഞു രഹസ്യമായും സദഖ കൊടുക്കണം, പരസ്യമായിട്ടും സദഖ കൊടുക്കണമെന്നാ. അങ്ങനെ വെറും രഹസ്യമായിട്ട് മാത്രമല്ല, പരസ്യമായിട്ട് കൊടുക്കും. ചിലപ്പോൾ പരസ്യമായിട്ട് കൊടുത്താൽ കൂലി ജാസ്തി കിട്ടും, പ്രതിഫലം കൂടുതൽ കിട്ടും. നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ട് വേറൊരാൾ കൊടുക്കുന്നില്ല, അതിനുവേണ്ടിയാണ് നമ്മൾ പരസ്യമായിട്ട് കൊടുത്തത്. അയാൾ കൂടി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അൽഹംദുലില്ലാഹ് നല്ല നിയ്യത്താണ്. അപ്പം പരസ്യമായിട്ട് കൊടുത്താൽ പ്രതിഫലം കൂടുതൽ കിട്ടും. സദഖ ചെയ്യുന്നവർ അവരെ ഖൽബ് ശുദ്ധിയാണ്, പ്രസംഗിക്കുന്നവർ അവർ ഖൽബ് ശുദ്ധിയാണ്, പ്രസംഗത്തിന് ആളെ വിളിക്കുന്നവർ അവരെ ഖൽബ് ശുദ്ധിയാണ്. മുസ്ലിയാരെ പ്രസംഗത്തിന് വിളിക്കുമ്പോ പിരിവ് നല്ലോണം കിട്ടും അയാൾ വന്നാൽ എന്ന് വിചാരിച്ചിട്ട് മുസ്ലിയാരെ വിളിക്കുക. അയാൾ വന്നാൽ ദീനിന്റെ ആശയം പറയുമെന്ന് വിചാരിച്ച് വിളിക്കണം. പടച്ചവന്റെ അടുക്കൽ ധാരാളം ഉണ്ട്, അള്ളാന്റെ ഖജനാവിൽ എത്ര ഉണ്ട്. പിരിവിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ മുസ്ലിയാരും വിളിക്കുക. പിരിവിട്ടാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് നമ്മൾ മുതലാളിമാരെ വിളിക്കണം, അവരെ വിളിച്ചാൽ പിരിവിട്ടു. മുസ്ലിയാരെ വിളിക്കുന്നത് ഇൽമു പറയാനായിരിക്കണം, പറയുന്നത് ഇൽമു ആയിരിക്കണം. കടുത്ത ജഹാലത്തിൽ ഇങ്ങനെ വിളമ്പും, പറഞ്ഞെല്ലാം തെറ്റി. അങ്ങനത്തെ മുസ്ലിയാരെ വെച്ച് അവതരിക്കരുത്. നമ്മളാണ് അള്ളാന്റെ ഉത്തരവാദി. ഈ ജഹാലത്ത് ജനങ്ങൾ കേൾപ്പിച്ചത്, വിവരക്കേട് ജനങ്ങൾ കേൾപ്പിച്ചതിന് നമ്മൾ ഉത്തരവാദിയാണ്. വിവരം ഉള്ളവനെ കൊണ്ട് പ്രസംഗിക്കും, അത് പറയുന്നത് ഹക്കാണെന്ന ബോധ്യം ഒട്ടോടുകൂടെ സംസാരിക്കുന്നവനാകണം. ഇതൊന്നും പറയാത്ത വിഷയങ്ങളാണ്, പക്ഷേ പറയാതിരിക്കാൻ നിർവാഹം ഒക്കെ പറഞ്ഞിട്ടും മനസ്സിലാത്ത കാലാണ്. അതുകൊണ്ട് പറയേണ്ടി വരികയാണ്. സഹോദരന്മാരെ,
എപ്പോഴും നമ്മൾ എന്ത് കാര്യം, ഏത് ചലനം നടത്തുമ്പോഴും പടച്ച റബ്ബിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെക്കണം. അല്ലാഹു മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അല്ലാഹു മാത്രമേ തടയുന്നവനുള്ളൂ, അല്ലാഹു മാത്രമേ രക്ഷിക്കുന്നവനുള്ളൂ, അല്ലാഹു മാത്രമേ ഭരിക്കുന്നവനുള്ളൂ. റബ്ബില് നമ്മളെ മനസ്സങ്ങിലയിക്കണം. ആ റബ്ബില് മനസ്സിലയിച്ചപ്പോഴാണ് സിയം വലിയുള്ളക്ക് അതായിരിക്കാൻ സാധിച്ചില്ല. മഹാന്മാരെ തേടി നടന്നു, ദുന്യാവ് പരിത്യജിച്ച മഹാന്മാരെ തേടി നടന്നു. ആ മഹാന്മാരെ കണ്ടപ്പോൾ അവര് നല്ല ബിരിയാണി വെച്ചു കൊടുത്തില്ല, പിന്നെയോ വെറും ഗോതമ്പത്തിന്റെ ഉണിയുടെ പത്തിരി അതുപോലുള്ള വളരെ ശുഷ്കിച്ച ഭക്ഷണം കൊടുത്തു. വിശപ്പ് സഹിച്ചിട്ട് സിയം വലിയുള്ളാഹിരങ്ങൾ ദിവസങ്ങളോളം അതാ ഗുരുവര്യരുമായി ബന്ധപ്പെട്ട് ദിക്റിൽ കഴിഞ്ഞുകൂട്ടി, സൽക്കർമ്മത്തിൽ കഴിച്ചുകൂട്ടി. ചിന്ത റബ്ബിലേക്ക് തന്നെ, റബ്ബിനെ സ്നേഹിച്ചതുകൊണ്ട് തന്നെ. തരീഖത്തിനെ ചോദ്യം ചെയ്യണ്ട, ആരിഫീങ്ങളെ ചോദ്യം ചെയ്യണ്ട, ഹഖീഖത്തിനെ ചോദ്യം ചെയ്യണ്ട, ശരീഅത്ത് മറികടക്കണ്ട. നമ്മൾ നമ്മളെ റൂട്ടിൽ അങ്ങ് നീങ്ങിക്കോളണം. ഒരു തരീഖത്തും ഇല്ലെന്ന് പറയാൻ പോകണ്ട. തരീഖത്തുണ്ട്, സാലിഹീങ്ങളെ തരീഖത്തുണ്ട്, ഔലിയങ്ങളുടെ തരീഖത്തുണ്ട്. പക്ഷേ തരീഖത്ത് എന്ന് പറയുന്നത് കോപ്പിരാട്ടിയല്ല, തരീഖത്ത് എന്ന് പറയുന്നത് പണം സമ്പാദിക്കാനുള്ള വഴിയല്ല, അത് കുറെ അനുയായികളെ ഉണ്ടാക്കാനുള്ള മാർഗമല്ല. തരീഖത്ത് എന്ന് പറയുന്നത് പടച്ച റബ്ബിൽ ഹൃദയം ലയിച്ചുകൊണ്ട് ഖൽബ് അല്ലാഹുവിലേക്ക് പൂർണ്ണമായി തിരിയുന്ന മാർഗത്തിലുള്ള കടക്കലാണ്. അതൊരു വലിയ രംഗമാണ്. ഈ പാവപ്പെട്ട എനിക്കൊന്നും ആ രംഗത്ത് ചെല്ലാനുള്ള യോഗ്യതയുണ്ടെന്ന് ഒരിക്കലും തോന്നുന്നില്ല. ഉന്നതമായ പദവിയിലേക്ക് അതിലൂടെ പടവുകൾ കയറിപ്പോയവരുണ്ട്. ആ കയറിപ്പോയ ആളുകൾ അവരുന്നതമായ സ്ഥാനത്തെത്തി. അവർക്ക് ധാരാളം കറാമത്തുകളും പവറുകളും അല്ലാഹു നൽകിയിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്യുകയും വേണ്ട, അവരെ നിസ്സാരപ്പെടുത്തുകയും വേണ്ട. അതൊരു ബിസിനസ്സാക്കി ആളെ കൂട്ടാനും അതുപോലെ അതിന്റെ പേരിൽ ആലിമീങ്ങളെ കുറ്റം പറയാനും ചീത്ത പറയാനും ശരീഅത്ത് മറികടക്കാൻ ജനങ്ങൾക്ക് പ്രചോദനം നൽകാനും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് കൂട്ടുനിൽക്കാനും മറ്റുള്ള ആലിമീങ്ങൾക്കൊന്നും വിവരമില്ല, എനിക്ക് മാത്രമേ വിവരമുള്ളൂ എന്ന് വരുത്തി തീർക്കാനും ഒക്കെ ശ്രമിക്കുന്നത് അത് ത്വരീഖത്ത് ശരിയായ വഴിയിലല്ല കടന്നുപോയത് എന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. സിയം വലിയുള്ള വഫാത്ത് വരെ ആലിമീങ്ങളെ ബഹുമാനിച്ചില്ലേ, ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ വസിയ്യത്ത് ചെയ്തില്ലേ, ആലിമീങ്ങളോട് SYS പ്രവർത്തിക്കാൻ പറഞ്ഞില്ലേ, SSFന്റെ പ്രവർത്തനത്തിന് പ്രചോദനം നൽകിയില്ലേ, സ്ഥാപനങ്ങളും മർക്കസ് പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വീണ്ടും വീണ്ടും ഉപദേശത്തിന് നിലനിർത്താൻ പറഞ്ഞില്ലേ. കാരണം എന്തേ? സുബ്ഹാനല്ലാഹ്, സംഘടന വേണ്ട, സ്ഥാപനം വേണ്ട, പ്രവർത്തനം വേണ്ട. അങ്ങനെയല്ലല്ലോ സിയം വലിയുള്ള പറഞ്ഞത്. നിങ്ങൾ ആ റൂട്ടിൽ തന്നെ പ്രവർത്തിക്കൂ, ആ റൂട്ടിൽ തന്നെ മുന്നോട്ട് നീങ്ങൂ. ഞാൻ ഇന്ന് ഓർക്കുന്ന വടകര മുഹമ്മദ് ആജി തങ്ങൾ ഒരു ദിവസം പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഇപ്പോൾ ഈ എടുക്കുന്ന ഇതേ പണി തന്നെ എടുത്തുകൊള്ളും. പാവപ്പെട്ട എന്നോട് വസിയ്യത്ത് ചെയ്തതാണ്. എന്തേ കാരണം? അവർക്കറിയാം നമുക്കനുയോജ്യമായതും നമുക്ക് കൂടുതൽ അള്ളാഹു നമ്മൾ മുഖേന ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അള്ളാഹു നമുക്ക് ഭാഗ്യം തരുന്ന ഓരോരുത്തർക്കും ഓരോ രംഗം അത് എളുപ്പമാക്കലാണ്. കുല്ലും മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോന്ന് എളുപ്പമാക്കി അള്ളാഹു കൊടുക്കും. അവരാ റൂട്ടിൽ തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾ നോക്കൂ, ഇമാം സീബവൈഹി ഇമാമിനെന്തേ ഫതുഹുൽ മുഈൻ എഴുതിയാൽ, ഇമാം സീബവഹിക്കെന്തേ ഫതുഹുൽ മുഈൻ എഴുതിയാൽ, എന്തേ തുഹഫ എഴുതിയാൽ, ഇമാം സീബവഹിക്കും ഖലീലിനുമൊക്കെ നഹ്വിന്റെ ആശയങ്ങൾ എഴുതി പഠിപ്പിക്കുന്ന രംഗമാണ് അല്ലാഹു തൈസീറാക്കിയത്. ഇമാമിങ്ങളാണ്, അവരെ സേവനം ചെറുതല്ല. അവർക്കതാണ് അല്ലാഹു തആല എളുപ്പമാക്കിയത്. അവരാ രംഗത്ത് പ്രവർത്തിച്ചു. നിങ്ങൾ നോക്കൂ, അതേസമയം
ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് ഇമാം ബുഖാരിയെ പോലെ എന്റെ ഒരു ജാമ്യം ഉണ്ടാക്കാതിരുന്നത്? ഇമാം ശാഫിഈ റളിയല്ലാഹുവിന്റെ അപാരമായ ബുദ്ധി കർമ്മശാസ്ത്ര രംഗത്താണ് കൂടുതലും പ്രതിഫലിപ്പിച്ചത്. മഹാനവറുകളെ അല്ലാഹ് അതിനാണ് തെരഞ്ഞെടുത്തത്. എന്നാൽ ഇമാം ബുഖാരിയെ എന്തുകൊണ്ട് അല്ലാഹു തആല മന്ദിക്ക് പഠിപ്പിക്കുന്ന ആളാക്കാതിരുന്നത്? ഇമാം ബുഖാരിയെ എന്തുകൊണ്ടാണ് അല്ലാഹു തആല നഹ്വും സർഫും പറയുന്ന ആളാക്കാതിരുന്നത്? ഇമാം ബുഖാരിക്ക് അല്ലാഹു തആല എളുപ്പം ചെയ്യുന്നത് ഹദീസ് ക്രോഡീകരിക്കുന്ന രംഗത്താണ്. ഓരോരുത്തർക്കും അല്ലാഹു ഓരോ റൂട്ട് കൊടുത്തു. ഹദേ വലിക്കുല്ലി വാഹിദിഹിൻ തരീഖുൻ മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദാവാസിലാ. എല്ലാവരും ഒരേ റൂട്ടിലല്ല. അത് സിഎം വലിയുള്ളാക്കറിയാം. എനിക്കൊരു റൂട്ടുണ്ട്. അതേസമയത്ത് ആലിമീങ്ങൾക്ക്, സമസ്തയുടെ വലിയ ആലിമീങ്ങൾ, അവർക്ക് അവരുടേതായ നിങ്ങൾക്ക് അവരുടെ ഒരു റൂട്ടുണ്ട്. ആ റൂട്ട് വിമർശിക്കേണ്ടതല്ല, ഈ റൂട്ട് തള്ളപ്പെടേണ്ടതല്ല, പരസ്പരം ആദരിക്കേണ്ട റൂട്ടുകളാണ്. ഈ ചിന്തയില്ലാതെ എന്താണ് SUS, എന്താണ് SSF, എന്താണ് നിങ്ങളെ മുസ്ലിംമാരി എന്ന് ചോദിച്ചുകൊണ്ടല്ല തരീഖത്ത് വേണ്ടത്. തരീഖത്തിന്റെ റൂട്ടിൽ പോകണം. സഹോദരന്മാരെ, ആലിമീങ്ങളെ തല്ലി പറഞ്ഞുകൊണ്ടല്ല തരീഖത്തിന്റെ റൂട്ട്. ഇതൊക്കെയും സമഗ്രമായി മനസ്സിലാക്കി വെക്കാതെ അബദ്ധത്തിൽ മുതഅല്ലിമീങ്ങളും സാധാരണക്കാരും ചാടിപ്പോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് ഹഖിന്റെ വഴികളൊക്കെയും തുറന്നു കാണി.